വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണവുമായി അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണ. ഓഹരി കൈമാറ്റം ഉണ്ടായാലും MSCക്ക് വിഴിഞ്ഞത്ത് കുത്തകാവകാശം ഉണ്ടാവില്ലെന്ന് പുതിയ കത്തിൽ. അനുമതിയോടെ മാത്രം മുന്നോട്ടെന്നും അദാനി ഗ്രൂപ്പ്. കരാർ കൈമാറ്റം ആലോചിച്ച് ഉറപ്പിച്ച കച്ചവടം പോലെയെന്നും സർക്കാർ അദാനിയെ സംരക്ഷിക്കുന്നുവെന്നും പിണറായി വിജയൻ സെബിക്ക് കത്തയച്ചു. ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ അട്ടിമറി. ക്രമക്കേട് അന്വേഷിക്കാൻ PSC ചെയർമാൻ നിർദ്ദേശം നൽകിയത് പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക്. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന യോഗ തീരുമാനം നടപ്പാക്കിയില്ല. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ ധാരണ തെറ്റിച്ച് പിരിച്ചുവിടൽ നടപടികളുമായി കമ്പനി മുന്നോട്ട്. നോട്ടീസ് ലഭിച്ച ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം നൽകി. തുക നൽകിയത് പിരിച്ചുവിടൽ നിയമപ്രകാരം. കമ്പനിയുടെ നടപടി അംഗീകരിക്കില്ലെന്നും ഇടപെടുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ലോകകപ്പിൽ അർജന്റീനയെ വിറപ്പിച്ച് പൊരുതി വീണ കേപ്പ് വെർദ. 2-നെതിരെ 3 ഗോളുകൾക്ക് പ്രീ ക്വാർട്ടറിൽ കടന്ന അർജന്റീന ജയം എക്സ്ട്രാ ടൈമിൽ. 20 ഗോൾ തികച്ച് മെസ്സി. ഷൂട്ടൌട്ടിൽ ഓസ്ട്രേലിയയെ വീഴ്ത്തിയ ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ. ഘാനയെ തോൽപ്പിച്ച് കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു. വിവരം പുറത്തറിഞ്ഞത് സ്കൂളിലെ കൗൺസിലിംഗിനിടെ. സ്കൂളിന് പുറത്തുനിന്നുള്ളവർ ഉൾപ്പെടെ 10 പേർ പീഡിപ്പിച്ചെന്ന് മൊഴി. ഒത്താശ ചെയ്ത ഒരു പെൺകുട്ടിയടക്കം 6 പ്രതികൾ പ്രായപൂർത്തിയാകാത്തവർ. ഭീകരതയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 23 പേരെ ഭീകരരായി പ്രഖ്യാപിച്ചു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം. ടെഹ്റാനിൽ നാളെയും മറ്റന്നാളും പൊതുദർശനം. ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണക്കുറിപ്പുമായി അദാനി പോർട്സ് CEO. ഓഹരി കൈമാറ്റം ഉണ്ടായാലും വിഴിഞ്ഞത്ത് MSCക്ക് കുത്തക അവകാശം ഉണ്ടാവില്ലെന്ന് വിശദീകരണം. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണ മാത്രമാണ്. സർക്കാർ അനുമതിയോടെ മാത്രമേ അന്തിമ കരാർ ഒപ്പിടൂവെന്നും അദാനി ഗ്രൂപ്പ്. സർക്കാരിനുള്ള അപേക്ഷ പുതുക്കിയതിന് പിന്നാലെയാണ് വിശദീകരണം. അതേസമയം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സമ്മർദ്ദം ശക്തമായതോടെ അനുമതി നൽകുന്നതിൽ ജാഗ്രതയോടെയാണ് സർക്കാരിന്റെ നീക്കം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ MSC കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ നിലപാട് മയപ്പെടുത്തുകയാണ് അദാനി ഗ്രൂപ്പ്. സർക്കാർ അറിവോടെയും മുൻകൂർ അനുമതിയോടെയും മാത്രമേ ഓഹരി കൈമാറ്റം ഉണ്ടാകൂവെന്നും പ്രാഥമിക ധാരണകൾ മാത്രമാണ് MSC കമ്പനിയുമായി ഉണ്ടായതെന്നും അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് രണ്ടാമതും കത്ത് സർക്കാരിന് കൈമാറി. ഓഹരി കൈമാറിയാലും MSCക്ക് കുത്തക അവകാശം ഉണ്ടായിരിക്കില്ലെന്നും അദാനി ഗ്രൂപ്പ് കത്തിൽ ഉറപ്പു നൽകുന്നു. MSCയുമായുള്ള പങ്കാളിത്തം തുറമുഖ വികസനത്തിന് കൂടുതൽ വേഗം പകരും. സർക്കാരുമായി നല്ല ബന്ധം തുടരാനാണ് താൽപര്യം. സർക്കാരുമായുള്ള എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കുന്നതായും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് അദാനി വിഴിഞ്ഞത്ത് ഓഹരി കൈമാറ്റം നടത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ അതൃപ്തിയെ തുടർന്നാണ് അദാനി ഗ്രൂപ്പ് നിലപാട് മയപ്പെടുത്തി വീണ്ടും സർക്കാരിന് കത്തു നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്തിലെ കരാർ കൈമാറ്റ വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻകൂറായി ആലോചിച്ച് ഉറപ്പിച്ച കച്ചവടമെന്നും ഓഹരി കൈമാറ്റത്തിൽ സുതാര്യത പാലിച്ചില്ലെന്നും പിണറായി ആരോപിച്ചു. സെബി അധികാരികൾക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. കരാർ ലംഘിച്ചു. പൊതു താൽപര്യം സംരക്ഷിച്ചില്ല. ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയെന്ന് പിണറായി ആരോപിച്ചു. എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ മുൻകൂറായി ആലോചിച്ചുറപ്പിച്ച ഒരു കച്ചവട രീതിയിലാണ് കാര്യങ്ങൾ കാണാൻ കഴിയും. സെബി ലിസ്റ്റിംഗ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് 2015 പ്രകാരം ഓഹരി കൈമാറ്റം സുതാര്യമായിരിക്കണമെന്നും ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികളെ അറിയിക്കണമെന്നുമാണ് വ്യവസ്ഥയിൽ.
ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിലും അട്ടിമറി. ക്രമക്കേട് അന്വേഷിക്കാൻ പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക് PSC ചെയർമാൻ നിർദ്ദേശം നൽകി. SP-യുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ ഇത് അട്ടിമറിച്ചാണ് നിലവിൽ കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് സുപ്രധാന തസ്തികകളിലെ പരീക്ഷകളിലാണ് ക്രമക്കേട് നടന്നത്. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഫലം PSC പ്രസിദ്ധീകരിച്ചത്. 1.25 ലക്ഷം രൂപ അടിസ്ഥാനത്തിൽ ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ്, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ്, പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് ക്രമക്കേട് നടന്നത്. ക്രമക്കേട് നടത്തിയ പരീക്ഷകളിൽ പുനർമൂല്യനിർണ്ണയം നടത്താനും ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കാനുമായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ അത് നടപ്പായില്ല. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണവും കമ്മീഷൻ ഏൽപ്പിച്ചത്. PSC സെക്രട്ടറി അറിയാതെയാണ് ചെയർമാന്റെ നടപടി. എന്നാൽ പരീക്ഷാ കൺട്രോളർ അന്വേഷണത്തിന് നിയമതടസ്സം അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ വീഴ്ചകൾ അന്വേഷിക്കാൻ മാത്രമാണ് പരീക്ഷാ കൺട്രോളർക്ക് അധികാരം. അന്വേഷണം പോലീസിനോ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന PSC-യുടെ വിജിലൻസ് വിഭാഗത്തിനോ കൈമാറാത്തതും ദുരൂഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിലെ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ മരവിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കമ്പനി പിന്മാറിയതായി സൂചന. പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ച ജീവനക്കാരുടെ അക്കൗണ്ടിൽ 3 മാസത്തെ ശമ്പളം കമ്പനി നൽകി. സർക്കാർ ഇടപെട്ട് ഈ മാസം 6-ന് തിരുവനന്തപുരത്ത് തൊഴിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ധാരണ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ കമ്പനി എടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന US ആസ്ഥാനമായ മെഡിക്കൽ കോഡിംഗ് സ്ഥാപനമായ കോറോ ഹെൽത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് 900-ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. വെള്ളിയാഴ്ച രാവിലെ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് പിരിച്ചുവിടൽ അറിഞ്ഞത്. കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾ അടയ്ക്കുകയും ചെയ്തു. ജീവനക്കാരുടെ ചോദ്യങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുമെന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. വിഷയത്തിൽ തൊഴിൽ മന്ത്രിയും ഉമാ തോമസ് MLA-യും ഇടപെട്ടതോടെ കൂട്ടപ്പിരിച്ചുവിടൽ മരവിപ്പിക്കാൻ ധാരണയായി. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് തൊഴിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താനും അതിനുശേഷം തുടർ നടപടിയെന്നായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ കമ്പനി ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പിരിച്ചുവിടലിന്റെ ഭാഗമായി 3 മാസത്തെ ശമ്പളം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ നിയമപരമായി എന്ത് നടപടിയെടുക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. തൊഴിൽ നിയമങ്ങളിൽ വന്ന മാറ്റം സർക്കാരിന്റെ ഇടപെടലിന് തടസ്സമാകുന്നുണ്ട്. നിയമപരമായോ ധാർമ്മികമായോ ഒന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പെട്ടെന്ന് ജോലിയിൽ പിരിച്ചുവിടുന്നത് ശരിയല്ല. ഇന്നലെ അവർ പിരിച്ചുവിട്ട ഉടൻ തന്നെ വകുപ്പും സ്ഥല MLA ശ്രീമതി ഉമാ തോമസും അടക്കമുള്ളവർ ഇടപെട്ട് അവരുമായി ചർച്ച നടത്തി തിങ്കളാഴ്ച ലേബർ സെക്രട്ടറി ചർച്ചയ്ക്ക് നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിന് മുമ്പ് പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ അത് മാറി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം ചെല്ലുകയും അവരെ പിരിച്ചുവിടുന്നത് എഫക്റ്റ് വരുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അടിയന്തര ഇടപെടൽ സർക്കാർ നിയമപരിധിക്കുള്ളിൽ നിന്ന് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നതുവരെ തൽസ്ഥിതി തുടരാനും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ജീവനക്കാർക്ക് ജോലി ചെയ്യാമെന്നുമുള്ള ധാരണയാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. കേപ്പ് വെർദെ അങ്ങനെ വെറുതെ വന്നതല്ല, വിറപ്പിക്കാൻ വന്നവരാണ്. അവർ മടങ്ങി കാൽപന്തിൽ കവിതകൾ രചിക്കുന്ന മൈതാനങ്ങളെ തീപിടിപ്പിച്ചും പുതിയ ആരാധക ലോകത്തെയും സ്വന്തമാക്കിയാണ് പൊച്ചിഞ്ഞോയും കൂട്ടരും വിടവാങ്ങിയത്. 5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള കൊച്ചു രാജ്യം. ആ ജനതയുടെ മുഴുവൻ പ്രതീക്ഷയുമായി എത്തിയ കേപ്പ് വെർദെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വരിഞ്ഞു മുറുക്കി. ശക്തമായ പ്രതിരോധവും പൊസിഞ്ഞോ എന്ന കാവൽ മാലാഖയുമാണ് ആഫ്രിക്കക്കാരെ നോക്കൌട്ട് വരെ എത്തിച്ചത്. 40-കാരന്റെ കൈകൾ കടന്ന് പന്ത് വലയിലെത്തിക്കാൻ മെസ്സി ഉൾപ്പെടെയുള്ളവർ വിയർക്കുന്നത് കണ്ട ലോകകപ്പ് കൂടിയാണിത്. ടൂർണമെന്റിൽ ഉടനീളം ദ്വീപുകാർ എതിരാളികളെ വെള്ളം കുടിപ്പിച്ചു. മുഴുവൻ സമയ പ്രതിരോധത്തിലൂന്നിയായിരുന്നില്ല റയാൻ മെൻഡിസും കൂട്ടരും കളിച്ചത്. കൃത്യമായ സമയത്ത് തീയുണ്ട പോലെയുള്ള ഷോട്ടുകൾ എതിർ പോസ്റ്റിൽ ഇടം കണ്ടെത്തി. ഒടുവിൽ അർജന്റീനയ്ക്കെതിരെ കണ്ടതും അതുതന്നെയാണ്. ബ്ലൂ ഷാർക്ക് എന്ന വിളിപ്പേര് കൂടിയുണ്ട് വെർദേയ്ക്ക്. 2020 മുതൽ ബുബിസ്റ്റ എന്ന പെഡ്രോ ലിറ്റാവോ ബ്രിട്ടോ തേച്ചു മിനുക്കിയതാണ് ദേശീയ ടീമിലെ ഈ കുന്തമുനകളെ. 15,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടാക്കി കളിക്കുന്ന ടീമിന് അർജന്റീന ഉൾപ്പെടെയുള്ള കരുത്തന്മാരെ വിറപ്പിക്കാൻ കഴിഞ്ഞു. ലോകകപ്പിൽ ആദ്യമായി എത്തിയതാണെങ്കിലും 4 തവണ ആഫ്രിക്ക കപ്പ് കളിച്ചിട്ടുണ്ട്. 2 തവണ ക്വാർട്ടർ ഫൈനലിലും എത്തിയിരുന്നു. റൗണ്ട് 32-ൽ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ തന്നെ. ആദ്യ കളിയിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. കരുത്തരായ ഉറുഗ്വേക്കെതിരെ 2-2.
സൗദിയെ സമനിലയിൽ പിടിച്ച 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. കന്നിവരവിൽ കിരീടത്തെക്കാൾ മധുരമുള്ള യാത്ര. ഇന്നിപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരോട് പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കൽ പോലും അവർക്ക് തലകുനിക്കേണ്ടി വരില്ല. കാരണം അർജന്റീനൻ ആരാധകരുടെ മാത്രമല്ല, ഫുട്ബോൾ ലോകത്തിന്റെ നെഞ്ചിടിപ്പേറ്റി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചാണ് മടക്കം. കാണാം, കാത്തിരിക്കാം അടുത്ത പോരാട്ടത്തിനായി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് നോക്കൌട്ടിൽ അർജന്റീന കേപ്പ് വെർദെ മത്സരം 3-2 അർജന്റീന നേടിയത് ആരാധകർക്കിടയിൽ ആവേശത്തിരയിളക്കി. തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷനിൽ ബിഗ് സ്ക്രീനിൽ കളി കാണാൻ 250-ലധികം മെസ്സി ആരാധകരാണ് മഴയെ അവഗണിച്ചും എത്തിയത്. നോക്കൌട്ട് റൗണ്ടിൽ നടന്ന ആദ്യ മത്സരത്തിൽ അജയരായി മുന്നേറിയ അർജന്റീന ലോകകപ്പിനെത്തിയ കുഞ്ഞൻ രാജ്യമായ കേപ്പ് വെർദെയോട് അല്പമൊന്ന് വിയർത്താണ് 3-2 ജയം നേടിയത്. ആരാധകർ കാത്തിരുന്നതുപോലെ കളിയുടെ 29ാം മിനിറ്റിൽ മെസ്സി തന്നെ വൊസീഞ്ഞോയുടെ കാവൽ ഭേദിച്ച് കേപ്പ് വെർദെയുടെ വല ചലിപ്പിച്ചു. കേപ്പ് വെർദെയുടെ പ്രതിരോധത്തിൽ പലപ്പോഴും മെസ്സിയും കൂട്ടരും അതിശയിച്ചിട്ടുണ്ടാകാം. അതേ ആവേശവും നിരാശയും കളി കാണാനെത്തിയ ആരാധകരിലും ദൃശ്യമായി. 58ാം മിനിറ്റിൽ കേപ്പ് വെർദെയുടെ അഭിമാന മറുപടി ഗോളും വീണു. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരം ആവേശം നിറയ്ക്കുന്നതായിരുന്നു. അർജന്റീനയെ പുകഴ്ത്തിയ മെസ്സി ആരാധകർ കേപ്പ് വെർദെയുടെ ശക്തിയും തിരിച്ചറിഞ്ഞു. ഇന്ന് കേപ്പ് വെർദെ മികച്ച ടീം, വൊസീഞ്ഞയുടെ മികച്ച സേവുകളെ അക്ഷരാർത്ഥത്തിൽ കേപ്പ് വെർദെ മികച്ചു നിന്നു. പക്ഷേ ഒരു കാര്യം മറന്നുപോയി, ബൈബിളിന്റെ ജീവനാടിയായ മിശിഹേനെ തളക്കാൻ ഒരു മന്ത്രവാദത്തിലും പറ്റില്ല. നമ്മൾ വിചാരിച്ചേക്കാട്ടി കുറച്ച് കടുപ്പമായിരുന്നു മാച്ച്. പക്ഷേ എന്നാലും അർജന്റീനയും മെസ്സിയും നന്നായിട്ട് കളിച്ചു. കുറച്ച് സാഹചര്യത്തിൽ നമ്മൾ പിന്നിലോട്ടായി, പക്ഷെ എന്നാലും ടീമിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ജയിച്ചു. അടിപൊളിയായിരുന്നു, റോളർ കോസ്റ്റർ ഇമോഷൻ ആയിരുന്നു, ചിരിക്കും കരയും അങ്ങനെയായിരുന്നു, നന്നായിട്ട് ജയിച്ചു. നോക്കൌട്ട് റൗണ്ടിൽ കഴിഞ്ഞ 7 വർഷമായുള്ള അർജന്റീനയുടെ തേരോട്ടം തുടർന്നെങ്കിലും അർജന്റീനയ്ക്കെതിരെ നേടിയ 2 ഗോളുകൾ വരും ലോകകപ്പുകളിൽ കേപ്പ് വെർദെ എന്ന കരുത്തരായ പുതിയ ടീമിന്റെ അടയാളപ്പെടുത്തലാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഫിഫ ലോകകപ്പിൽ ഘാനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്ത് കൊളംബിയ പ്രീ ക്വാർട്ടറിൽ. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ജോൺ അരിയാസിന്റെ ഗോളിലൂടെ കൊളംബിയ മുന്നിലെത്തി. പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡാണ് കൊളംബിയയുടെ എതിരാളികൾ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ടിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 തോൽപ്പിച്ചാണ് ഈജിപ്ത് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചാണ് പിരിഞ്ഞത്. എക്സ്ട്രാ ടൈമിലും സ്കോർ തുല്യമായതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. 13ാം മിനിറ്റിൽ ഇമാം അഷറിന്റെ ഗോളിൽ ഈജിപ്ത് മുന്നിലെത്തിയിരുന്നു. എന്നാൽ രണ്ടാം പകുതി 55ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോൾ ഈജിപ്തിന് വിനയായി. ഇഞ്ചുറി ടൈമിൽ ഈജിപ്ത് ഗോളിനടുത്തെത്തിയെങ്കിലും വല ചലിച്ചില്ല. ഷൂട്ടൌട്ടിൽ ഈജിപ്തിനായിരുന്നു സമ്പൂർണ്ണ ആധിപത്യം. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടം ഇന്ന് രാത്രി മുതൽ 10:30 കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടും. പുലർച്ചെ 2:30 ഫ്രാൻസ് പരാഗ്വേയെ നേരിടും. കാൽപന്ത് കളിയുടെ നെഞ്ചിടിപ്പ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇന്നു മുതൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ തുടക്കമാകുന്നു. കാനഡയും മൊറോക്കോയും തമ്മിലുള്ള ചരിത്ര പോരാട്ടം ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. നോക്കൌട്ടിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ആതിഥേയരായ കാനഡ മുന്നേറിയത്. ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്യു നേടിയ തകർപ്പൻ ഗോളിലൂടെയാണ് കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് കാനഡ നോക്കൌട്ട് റൗണ്ടിൽ വിജയം നേടുന്നത് പ്രീ ക്വാർട്ടറിൽ എത്തുന്നതും. ആതിഥേയരായ കാനഡ മികച്ച പ്രകടനമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കാഴ്ചവെച്ചത്. ആദ്യ മത്സരത്തിൽ ബൊസ്നിയ ഹെർസെഗോവിനെ 1-1 കാനഡ സമനിലയിൽ പിടിച്ചു. അടുത്ത മത്സരത്തിൽ കാനഡ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് ഖത്തറിനെ തകർത്തു. അവസാന മത്സരത്തിൽ 2-1 സ്വിറ്റ്സർലാൻഡിനോട് പരാജയപ്പെട്ടു. നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അട്ടിമറിച്ചാണ് മൊറോക്കോയുടെ വരവ്. അവിശ്വസനീയമായ പോരാട്ടത്തിലാണ് മൊറോക്കോ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചത്. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 എന്ന നിലയിൽ സമനില പാലിച്ച ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ
3-2 എന്ന സ്കോറിനാണ് അവർ വിജയം സ്വന്തമാക്കിയത്. ഹെയ്ത്തിയുമായി 4-2 വിജയം. അടുത്ത മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ 1 ഗോളിന് തോൽപ്പിച്ചു. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ചുമാണ് മൊറോക്കോയുടെ പ്രീക്വാർട്ടർ പ്രവേശം. പുലർച്ചെ ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിലാണ് ഫ്രാൻസ് പരാഗ്വെ പോരാട്ടം. പരാഗ്വേക്ക് മികച്ച ഫോമിലുള്ള ഫ്രാൻസ് ഒരു ഭീഷണി തന്നെയാണ്. ഫ്രാൻസ് സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് പ്രീക്വാർട്ടറിൽ എത്തിയത്. കിലിയൻ എംബാപ്പെ, ഒസ്മാൻ ഡെംബലെ എന്നിവരാണ് അവരുടെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത്. നോർവേയെ 4-1 ഫ്രാൻസ് ഗ്രൂപ്പ് മത്സരത്തിൽ തോൽപ്പിച്ചത്. ഇറാഖിന് മറുപടിയില്ലാത്ത 3 ഗോളിനും സെനഗലിനെതിരെ 3-1 ഫ്രാൻസ് ജയിച്ചിരുന്നു. അതേസമയം മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അട്ടിമറിച്ചാണ് പരാഗ്വേയുടെ വരവ്. ശക്തമായ പ്രതിരോധമാണ് അവരുടെ കരുത്ത്. ഓസ്ട്രേലിയയുമായി ഗോൾ രഹിത സമനിലയിലായിരുന്നു. ടർക്കിയെ 1 ഗോളിന് പരാജയപ്പെടുത്തിയുമായിരുന്നു പരാഗ്വേയുടെ മുന്നേറ്റം. കേപ്പ് വെർദെയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ വിറങ്ങലിച്ച അർജന്റീന എക്സ്ട്രാ ടൈമിലാണ് ജയിച്ചു കയറി പ്രീക്വാർട്ടറിൽ കടന്നത്. ഓസ്ട്രേലിയയെ വീഴ്ത്തിയ ഈജിപ്റ്റാണ് പ്രീക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ. ഖാനയെ തോൽപ്പിച്ച് കൊളംബിയയും പ്രീക്വാർട്ടറിൽ കടന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇടവേള. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. വിദേശ പ്രതിനിധികളടക്കം ഖമനേയിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബീഹാർ ഗവർണർ സയ്യിദ് അത്ത ഹസൈനും വിദേശകാര്യ സഹമന്ത്രി പബ്രിദ മാർഗരിറ്റയും പങ്കെടുത്തു. ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായപ്പോൾ പതിനായിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ വൈകാരികമായ രംഗങ്ങൾക്ക് ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല സാക്ഷ്യം വഹിച്ചു. പരമോന്നത നേതാവിന്റെ ഭൗതികദേഹത്തിന് മുന്നിൽ ഇറാൻ നേതാക്കളടക്കമുള്ളവർ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തുടങ്ങിയ നേതാക്കൾ തങ്ങളുടെ നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇറാന്റെ ദേശീയ പതാകയിൽ പൊതിഞ്ഞ് ശവപ്പെട്ടിക്ക് സമീപം 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകളുടെ ശവപേടകവും പ്രദർശിപ്പിച്ചത് നൊമ്പര കാഴ്ചയായി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയിയുടെ മറ്റ് കുടുംബാംഗങ്ങളുടെ ശവപ്പെട്ടികളും ഇതോടൊപ്പം വച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ മത നേതാക്കൾ ചടങ്ങിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങൾ ഇറാനിലെ ഇന്ത്യൻ എംബസി ഇന്നലെ പങ്കുവച്ചിരുന്നു. ഇന്ത്യയെ ഔദ്യോഗികമായി പ്രതിനിധീകരിച്ച് ആദരാഞ്ജലി അർപ്പിച്ചത് ബീഹാർ ഗവർണർ സയ്യിദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയുമാണ്. പൊതുദർശനത്തിന് ശേഷം മറ്റന്നാൾ തലസ്ഥാന നഗരിയിലൂടെ വിലാപയാത്ര നടക്കും. ടെഹ്റാനിലെ ചടങ്ങുകൾക്ക് ശേഷം ഇറാഖിലെ നജഫ്, ഖർബല എന്നീ പുണ്യനഗരങ്ങളിലേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച ജന്മനാടായ മഷ്ഹദിലെ ഇമാം റസയുടെ ആരാധനാലയത്തിലാണ് ഖബറടക്കം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഭീകരതയ്ക്കെതിരെ നടപടി ഘടിപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന 23 പേരെ UAPA നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയം ഭീകരന്മാരായി പ്രഖ്യാപിച്ചു. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇലിയാസ് കശ്മീരി ഉൾപ്പെടെയുള്ളവരെയാണ് ഇന്ത്യ ഭീകരന്മാരായി പ്രഖ്യാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും അതിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 23 പേരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരും ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഹാഫിസ് സെയ്ദിന്റെ അടുത്ത അനുയായികളുമാണ് പട്ടികയിലുള്ളത്. UAPA നിയമപ്രകാരം ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കാനാകും. നേരത്തെ സംഘടനകളെ മാത്രമായിരുന്നു ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് വ്യക്തികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. ഇതുവരെ 80 പേരെ ഇന്ത്യ ഭീകരന്മാരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരായ മസൂദ് ഇലിയാസ് കശ്മീരി, മുഫ്തി മുഹമ്മദ് അസ്ഗർ, ഹാഫിസ് അബ്ദുൾ ഷക്കൂർ, ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ ഫിർദോസ് അഹമ്മദ് ഭട്ട്, റാഷിദ് ഗനായ് തുടങ്ങി 23 പേരെയാണ് ഇന്ത്യ പുതുതായി ഭീകരരായി പ്രഖ്യാപിച്ചത്. ഭീകരവാദ റിക്രൂട്ട്മെന്റ്, ആയുധ പരിശീലനം, നുഴഞ്ഞുകയറ്റം, ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന എന്നിവയിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പത്തനംതിട്ടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠികൾ ചേർന്ന് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി പരാതി. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടെയാണ് 13-കാരിയെ പെൺകുട്ടി
13 വയസ്സുകാരിയായ പെൺകുട്ടി താൻ നേരിട്ട ക്രൂരത പുറത്തു പറഞ്ഞത്. സംഭവത്തിൽ പത്തനംതിട്ട കൂടൽ പോലീസ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കേസിലാകെ 11 പ്രതികളാണ് ഉള്ളത്. ഇതിൽ ഒരു പെൺകുട്ടിയടക്കം 6 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയത്. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ കണ്ടതിനെ തുടർന്നാണ് സ്കൂൾ അധികൃതർ കൗൺസിലിംഗ് നടത്തിയത്. കൗൺസിലിംഗിൽ കുട്ടി വിവരങ്ങൾ തുറന്നു പറഞ്ഞതോടെ സ്കൂൾ അധികൃതർ ഉടൻ തന്നെ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടൽ പോലീസ് നിലവിൽ 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തുന്നത്. സ്കൂളിന് സമീപത്ത് വെച്ചും തുടർന്ന് പ്രതികളിൽ ഒരാളായ സഹപാഠിയായ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചുമാണ് പീഡനം നടന്നത്. കേസിലെ ആകെ 11 പ്രതികളിൽ 6 പേരും പെൺകുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇതിൽ സഹപാഠികൾക്ക് പുറമെ പുറത്തുനിന്നുള്ളവരും തന്നെ പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. കുട്ടിയുടെ വിശദമായ മൊഴി, ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ, മറ്റ് സാഹചര്യ തെളിവുകൾ എന്നിവ ശേഖരിച്ചു വരികയാണെന്നും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും കൂടൽ പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ വിചാരണ നടപടികളുടെ ഭാഗമായി മുതിർന്ന CPM നേതാക്കളായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. 2ാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് ഇവർ കലൂർ PMLA കോടതിയിൽ ഹാജരായത്. കേസ് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണെന്നും CPM പ്രവർത്തകർ ആയതുകൊണ്ട് മാത്രമാണ് തങ്ങൾ പ്രതികളായതെന്നും നേതാക്കൾ പ്രതികരിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2ാമത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടതിന്റെ ഭാഗമായാണ് AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് കോടതിയിലെത്തിയത്. നേരത്തെ കുറ്റപത്രത്തിനെതിരെ നേതാക്കൾ കോടതിയെ സമീപിച്ചെങ്കിലും കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ വിചാരണയിലേക്ക് കടക്കാൻ പര്യാപ്തമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. കള്ളപ്പണ കേസിൽ 67ാം പ്രതിയായാണ് AC മൊയ്തീനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. K രാധാകൃഷ്ണൻ 70ാം പ്രതിയാണ്. കേസിൽ CPM നേതാക്കൾക്ക് പുറമെ CPM-നെ തന്നെയും ED കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നിയമവിരുദ്ധ വായ്പകളിൽ നിന്നുള്ള കമ്മീഷൻ പണം പാർട്ടി ഓഫീസ് പണിയാൻ ഉപയോഗിച്ചതായി ED ആരോപിക്കുന്നു. AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്താണ് 2017-ൽ പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫീസ് പണിയാൻ തീരുമാനിച്ചത്. ഇതിനായി സഹകരണ ബാങ്കിൽ പ്രത്യേക അക്കൗണ്ടുകൾ തുടങ്ങിയെന്ന് ED പറയുന്നു. വഴിവിട്ട ലോൺ അനുവദിച്ചവരിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ പണം വാങ്ങി ഈ പണത്തിലേക്ക് നിക്ഷേപിച്ചുവെന്നാണ് കണ്ടെത്തൽ. വഴിവിട്ട രീതിയിൽ ലോണുകൾ അനുവദിച്ചെന്നും പിന്നീട് ഇവർ തിരിച്ചടച്ചില്ലെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. കുറ്റം ചെയ്തതുകൊണ്ടല്ല, CPM പ്രവർത്തകരായതിനാലാണ് പ്രതികളായതെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. ജാമ്യം എടുത്ത് പോവാണ്. ഇനി 21-ന് കേസ് വെച്ചത്. ഇപ്പം ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഫർദർ ഡീലിങ്സ് എന്താണെന്ന് വേണ്ടത് വക്കീലുമാരുണ്ടല്ലോ, അപ്പോൾ അവർ തീരുമാനിക്കും. ഈ കേസിൽ 68ാം പ്രതിയാണല്ലോ പാർട്ടി. അപ്പോൾ പാർട്ടി കൂടി പ്രതികൾക്ക് ഒരു കേസ് നിലയിൽ എങ്ങനെ കാണും? പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇതിന് മുന്നിൽ. CPM-നെയും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് കേസിൽ പ്രതി. ഞങ്ങൾ CPM ആയതുകൊണ്ട് മാത്രം പ്രതികളാവുന്ന, അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് പ്രതികളാകുന്നതല്ല. ആകെ 83 പ്രതികളാണ് പ്രതിപട്ടികയിലുള്ളത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ED ആരോപിക്കുന്നത്. 128 കോടി രൂപ പ്രതികളിൽ നിന്ന് കണ്ടുകിട്ടിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. പലയിടങ്ങളിലും ശക്തമായ മഴയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും പരക്കെ നാശനഷ്ടം. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന പ്രദേശങ്ങളിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇടവിട്ട തീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. താരസംഘടന അമ്മയിൽ പ്രതിസന്ധി തുടരുന്നു. ശ്വേത മേനോൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിമർശനവുമായി അൻസിബ ഹസൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ശ്വേത ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കുറുക്കുവഴികളിലൂടെ ഭാരവാഹികളായെന്നും കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആളുകൾ അല്ല നേതൃത്വത്തിൽ വേണ്ടതെന്നും താരങ്ങൾ കൊച്ചിയിൽ പറഞ്ഞു. 15 കോടി രൂപ അദാനി ഗ്രൂപ്പ് ശ്വേതയുടെ വിശ്വാസ്യതയിൽ അമ്മയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതായി BJP നേതാവ് പറയുന്ന വീഡിയോയും താരങ്ങൾ വാർത്താസമ്മേളനത്തിൽ കാണിച്ചു. ശ്വേതാ മേനോൻ അടങ്ങിയ മുൻ ഭാരവാഹികൾക്കെതിരെ കടുത്ത വിമർശനവും ആരോപണവും ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബ ഹസൻ, ഉഷ ഹസീന, മാല പാർവതി, മായ വിശ്വനാഥ് എന്നിവർ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടത്. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കുറുക്കുവഴികളുടെ ഭാരവാഹികളായെന്നായിരുന്നു ഉഷ ഹസീനയുടെ പരാമർശം. അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്.
15 കോടി രൂപ അദാനി ഗ്രൂപ്പ് ശ്വേതയുടെ വിശ്വാസതയിൽ താരസംഘടനയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതായി BJP നേതാവ് പറയുന്ന വീഡിയോ താരങ്ങൾ മാധ്യമങ്ങളെ കാണിച്ചു. പുതിയ ഭരണസമിതി വരണമെന്നും യുവതാരങ്ങൾ ചുമതലയിലേക്ക് എത്തണമെന്നും മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. ടിനി ടോം വർഗീയ പരാമർശം നടത്തിയെന്നും ഡബിൾ ഡാഡി സിൻഡ്രോമാണ് തനിക്കെന്ന് ടിനി പറഞ്ഞതായും അൻസിബ പറയുന്നു. പരാതി നൽകിയിട്ട് പാലാരിവട്ടം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും താരം കുറ്റപ്പെടുത്തി. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്? സെക്രട്ടറിയും പ്രസിഡന്റും 2 ധ്രുവങ്ങളിലായിരുന്നു കഴിഞ്ഞ ഭരണകാലത്തെന്നാണ് മായ വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. യുവതാരങ്ങൾ സംഘടനയുടെ ചുമതല ഏറ്റെടുക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കണമെന്നും മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ഏതായാലും നിയമ പോരാട്ടത്തിനപ്പുറം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുകയാണ് താരങ്ങളുടെ സംഘടനാ പ്രവർത്തനം. അമൃത ന്യൂസ്, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകൾ കാണാം. ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.